ഇതാണ് ബിസിനസ് ക്ലാസ്സിലെ എൻ്റെ സീറ്റ്. കാണുമ്പോൾ ക്യൂ സീറ്റിന്റെ ചെറിയൊരു വേർഷൻ ആയിട്ട് തോന്നും. ശരിക്കും ഇത് ആഡിയൻ സീറ്റ് എന്നാണ് പറയുന്നത്. വിയറ്റ്നാമിലോട്ടുള്ള യാത്ര ഇവിടെ നിന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സേഫ്റ്റി വീഡിയോ ആയിട്ട് കെവിൻ ഹാർട്ട് വന്നു. അതിനിടക്ക് ക്രൂ എനിക്ക് തന്ന ലോഞ്ച് വെയർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ ഓർഡറും ഈ സമയത്ത് ക്രൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ സീറ്റിൽ പ്രൈവസി ഡിവൈഡർ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ അതിന്റെ കൺട്രോൾസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഫ്രഷ് ലെമൺ ആൻഡ് മിന്റ് ആണ്. ഞാൻ പറയാൻ വിട്ടുപോയി. നോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റിന്റെ കൂടെ തന്നെ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന താഴെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്റെ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് ഇരിപ്പുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ അമ്യൂണിറ്റി കിറ്റ്. എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. എന്റെ സീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്റെ സീറ്റിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിമോട്ട് വെച്ചിട്ട് തന്നെ എനിക്ക് എന്റെ ലൈറ്റ്സും കൺട്രോൾ ചെയ്യാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. ഇരിക്കുന്ന സൈഡിൽ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സ്ക്രീനിൽ എന്തൊക്കെ മൂവി കളക്ഷൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാണ്. സ്ക്രീനിലുള്ള അതേ സെയിം ഓപ്ഷൻസ് തന്നെ റിമോട്ടിലും കാണാൻ പറ്റും. റിമോട്ടിൽ തന്നെ പിക്ചർ സഹിതം കാണാൻ പറ്റും എന്തൊക്കെ മൂവീസാണ് ഉള്ളത് എന്നുള്ളത്. സീറ്റ് കൺട്രോൾസ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ബാക്ക് ചാരി ഇരുന്ന് സിനിമ കാണാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഈ സമയത്ത് ചെറുതായിട്ട് എനിക്ക് തലവേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അസുഖത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ സോഷ്യൽ ഏരിയയിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം ഇരിക്കുന്നേ. അപ്പൊ അങ്ങ് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. വിയറ്റ്നാമിലെ ഹനോയി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പൊ നല്ല ചൂടാണ്. ഞാൻ ഓർഡർ ചെയ്ത മാംഗോ കോക്കനട്ട് ആൻഡ് പാഷൻ ഫ്രൂട്ട് സ്മൂതി എനിക്ക് കിട്ടി. എന്റെ സീറ്റിന്റെ സൈഡിലായിട്ട് ക്രൂ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്മൂതി ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. പെട്ടെന്നൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൂ അപ്പോഴേക്കും എന്റെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അടുത്ത ഫുഡ് വരാൻ പോവുകയാണ്. സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. അതിന്റെ കൂടെ ക്രൂ എനിക്ക് ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത പൈനാപ്പിൾ പഞ്ചും അതേപോലെ കിറ്റ്കാറ്റും കിട്ടി. ബിസിനസ് ക്ലാസ്സിലെ ഫുഡ് അടി ഒഫീഷ്യലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂവി കണ്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്റെ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ മൂവീസ് എന്തൊക്കെയാ കാണണ്ടേന്നുള്ളത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ മാത്രം മതി. എനിക്ക് 3 തരം ബ്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രെഡ് ഇതായിരുന്നു കേട്ടോ. ആദ്യം ചെറിയ ബൈറ്റ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ ഫുൾ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇത് മൊത്തം കഴിച്ചു എന്നുള്ളതാണ്. ഈ ബ്രെഡിന്റെ അകത്താണെങ്കിൽ ചെറുതായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ക്രീം ചീസ് ഉണ്ടായിരുന്നു. അതങ്ങ് ടേസ്റ്റ് ചെയ്തപ്പോ എന്റെ അമ്മ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഓരോ ഫുഡായിട്ട് തീരുന്നുണ്ട്. പക്ഷെ എന്റെ സ്മൂതി മാത്രം തീരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച ഒരു മലയാളം മൂവി കാണാമെന്നായിരുന്നു. പക്ഷെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ട മൂവീസ് തന്നെ ആയിരുന്നു. അത് പല പ്രാവശ്യം കണ്ടുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഇംഗ്ലീഷ് മൂവി കാണാമെന്ന്. വേറൊരു മൂവി കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് മലയാളം എടുത്ത് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് മലയാളം മൂവീസ്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മൂവിയിലോട്ട് തന്നെ തിരിച്ചു പോയി. മെയിൻ കോഴ്സ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ക്രീം ചീസ് ഓംലെറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ചിക്കൻ സോസേജ് ഉണ്ട്. ഞാൻ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ സമയമായി. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ക്രൂ അങ്ങനെ ബെഡ് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് ക്രൂ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഈ സമയത്ത് ഞാൻ എന്റെ ലോഞ്ച് വെയർ ഒക്കെ മാറ്റിയിട്ടു. ഇനി ലാൻഡ് ചെയ്യാൻ 2 മണിക്കൂറും കൂടെ ഉള്ളൂ. അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് ക്രൂ എനിക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. സ്റ്റാർട്ടർ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വെജിറ്റബിൾ സൂപ്പ് ആയിരുന്നു. എനിക്ക് ഈ സമയത്ത് ചെറുതായിട്ട് കോൾഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു ഫീൽ ആയിരുന്നു. എന്നാൽ അതേസമയം ഇതെങ്ങാനും കൂടുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഇത് മെയിൻ കോഴ്സ് ആണ്. ഷോർട്ട് റിബ്സിന്റെ കൂടെ റൈസ് ആണ്. ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയാനൊന്നുമില്ല. അടിപൊളി. ഒരു രക്ഷയില്ലായിരുന്നു. ഇത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെസേർട്ട് ആയിട്ട് ഓർഡർ ചെയ്തത് ഹേസൽനട്ട് ബ്രൗണി വിത്ത് വാം ചോക്ലേറ്റ് സോസ്. അതിന്റെ കൂടെ വാനില ഐസ്ക്രീം ഉണ്ട്. കഴിക്കുന്നതിന് മുമ്പേ വേണോ വേണ്ടേ എന്നുള്ളൊരു ചെറിയൊരു തോട്ട് മൈൻഡിൽ വന്നായിരുന്നു. എന്തായാലും ഞാൻ ഓർഡർ ചെയ്തു. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് കഴിച്ചു. ഒരു ബൈറ്റ് എടുത്ത് എന്റെ ദൈവമേ ഞാൻ ആ ചോക്ലേറ്റിൽ അലിഞ്ഞു വീണുപോയി. ഫീമെയിൽ അമ്യൂണിറ്റി കിറ്റ് ആണ്. ഫേമസ് ബ്രാൻഡായ ഇറ്റാലിയൻ ബ്രാൻഡ് ഡിപ്റ്റിക്കിന്റെ പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നത്. മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ഫേസ് മിസ്റ്റ് ഉണ്ട്. ഓപ്പൺ ചെയ്ത് തന്നെ നല്ല മണമാണ്. പിന്നെ സോക്സ് ഉണ്ട്. സോക്സിന് തന്നെ നല്ല ക്വാളിറ്റിയാണ്. തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോക്സ് ആണ്. സ്ലീപ്പിംഗ് ഐപാഡും ഉണ്ട്, പെർഫ്യൂമും ഉണ്ട്. ഖത്തറിൽ നിന്ന് വിയറ്റ്നാമിലോട്ട് എത്താൻ ഇനി അധികം സമയമൊന്നുമില്ല. ചുമ്മാ റൂട്ട് മാപ്പ് എടുത്ത് നോക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ നോക്കിയതാണ്. ഖത്തറിൽ നിന്ന് നമ്മള് ഇവിടം വരെ വിയറ്റ്നാമിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് എത്താൻ. ഇത്രയധികം ട്രാവൽ ചെയ്തു വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ അതിന്റെ കൂടെ ഞാൻ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സൗണ്ട് ഒന്നും ഈ സമയത്ത് പുറത്തോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ചുമ്മാ വാഷ്റൂമിലൊന്ന് പോയായിരുന്നു ഈ സമയത്ത്. എന്റെ അമ്മോ നല്ല ക്ലീൻ ആയിരുന്നു. പുതിയ വാഷ്റൂം പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തായിരുന്നു. അപ്പോഴും ഇതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ എനിക്കൊന്ന് കാണിക്കാൻ തോന്നി. അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. മെയിൻ ആയിട്ടും ഞാൻ വേറൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത്രയും അധികം ക്ലൗഡ്സ് അതിന്റെ മേളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര സന്തോഷമായി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ആ നേരെ കാണുന്ന കേട്ടോ
കേട്ടോ റൺവേ. ആദ്യമായിട്ടാണ് വിയറ്റ്നാമിലോട്ട് പോകുന്നത്. ഇത്രയും പച്ചപ്പ് ഇവിടെ നിന്ന് വെച്ച് കാണാൻ പറ്റുകയാണെങ്കിൽ അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡ് ചെയ്തു. ഈ സമയത്ത് തന്നെ സൗണ്ട് ഒന്നും അങ്ങനെ പുറത്തു വരുന്നില്ല കേട്ടോ. ഇമിഗ്രേഷനിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ മാത്രമായിരുന്നു ഞാൻ. ഇതാട്ടോ ഞാൻ വന്ന ഫ്ലൈറ്റ്.